ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് വിഷൻ. ആൻഡ് സ്പെഷ്യൽ സെൻസസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വിഷൻ എന്ന് പറയുന്നത്. ആൻഡ് വിഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ വിഷ്വൽ പാത്വേ. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിഷ്വൽ പാത്വേനെ പറ്റിയാണ്. വിഷ്വൽ പാത്വേയിൽ ഈ ഫിഗർ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഈ ഫിഗർ നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല പക്കയായിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. സോ നമുക്ക് നേസൽ ഫീൽഡും ഉണ്ട്, ടെമ്പറൽ ഫീൽഡും ഉണ്ട്. ഇതാണ് നമ്മുടെ നേസൽ ഫീൽഡ് ഓഫ് വിഷൻ, ഇതാണ് നമ്മുടെ ടെമ്പറൽ ഫീൽഡ് ഓഫ് വിഷൻ. ഇത് നേസൽ ഫീൽഡ് ഓഫ് വിഷനിലെ ഒബ്ജക്ട്സ് വന്ന് പതിയുന്നത് നമ്മുടെ ടെമ്പറൽ ഹാഫ് ഓഫ് റെറ്റിനയിലാണ്. അതേപോലെ തന്നെ ടെമ്പറൽ ഫീൽഡ് ഓഫ് വിഷനിലുള്ള ഒബ്ജക്ട്സ് വന്ന് പതിയുന്നത്, അതിൻ്റെ ഇമേജ് വന്ന് പതിയുന്നത് ഇവിടെയാണ്. ദാറ്റ് ഈസ് നേസൽ ഹാഫ് ഓഫ് റെറ്റിനയിൽ വന്നാണ് ടെമ്പറൽ ഫീൽഡിലുള്ള ഒബ്ജക്ട്സ് വന്ന് പതിയുന്നത്. അപ്പോൾ നമ്മൾ ഈ പിങ്കാണ് നമ്മുടെ ടെമ്പറൽ ഫൈബേഴ്സ് ആൻഡ് ഈ ഗ്രീനാണ് നമ്മുടെ നേസൽ ഫൈബേഴ്സ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ടെമ്പറൽ ഫീൽഡിലാണെങ്കിൽ അത് വന്ന് പതിയുന്നത് നേസൽ ഹാഫിലും, നേസൽ ഫീൽഡ് ഓഫ് വിഷൻ ആണെങ്കിൽ അത് വന്ന് പതിയുന്നത് ടെമ്പറൽ ഹാഫ് ഓഫ് ദ റെറ്റിനയിലുമാണ്. അപ്പോൾ ഇവിടെ ഉള്ളതിനെയാണ് നമ്മൾ നേസൽ ഫൈബേഴ്സ് എന്നും ഇവിടെ ഉള്ളതിനാണ് നമ്മൾ ടെമ്പറൽ ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് വന്ന് നമ്മുടെ റെറ്റിനയിൽ ഗാംഗ്ലിയോൺ സെല്ലിൽ വന്ന് പതിഞ്ഞു. ഓക്കെ, സോ ഇവിടെ വന്ന് പതിഞ്ഞിട്ടുണ്ട്. ദെൻ അത് കണ്ടിന്യൂസ് ആസ് ദി ഒപ്റ്റിക് നെർവ്. ഇറ്റ് കണ്ടിന്യൂസ് ആസ് ദി ഒപ്റ്റിക് നെർവ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ആസ് ദി ഒപ്റ്റിക് നെർവ് ആൻഡ് റീച്ചസ് ദി ഒപ്റ്റിക് കയാസ്മ. ഒപ്റ്റിക് കയാസ്മ റീച്ച് ചെയ്യും. ഈ ഒപ്റ്റിക് കയാസ്മയിൽ നമ്മുടെ നേസൽ ഫൈബേഴ്സ് ക്രോസ് ചെയ്യും. ഓക്കെ, ഒപ്റ്റിക് കയാസ്മയിൽ നമ്മുടെ നേസൽ ഫൈബേഴ്സ് വിൽ ക്രോസ് വൈൽ ദി ടെമ്പറൽ ഫൈബേഴ്സ് റിമെയിൻസ് അൺക്രോസ്ഡ്. നമുക്കിവിടെ കാണാം അല്ലേ? ടെമ്പറൽ ഫൈബേഴ്സ് അൺക്രോസ്ഡ് ആയിരിക്കും, നേസൽ ഫൈബേഴ്സ് ക്രോസ് ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ് കണ്ടിന്യൂസ് ആസ് ദി ഒപ്റ്റിക് ട്രാക്ട്. ഒപ്റ്റിക് ട്രാക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് അത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലെത്തും. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, ഈ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് അത് ജെനിക്കുലോ കാൽക്രൈൻ ട്രാക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ ഒപ്റ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കും, ഒപ്റ്റിക് റേഡിയേഷൻ ആയിട്ട് അത് വിഷ്വൽ കോർട്ടെക്സിലെത്തും. ഓക്കെ, ഇതാണ് നമ്മുടെ പാത്വേ. സോ ഒന്നുകൂടെ പറയാം, നമ്മുടെ ടെമ്പറൽ ഹാഫ് ഓഫ് ദി ടെമ്പറൽ ഫീൽഡ് ഓഫ് വിഷനിലെ ഒബ്ജക്ട്സ് അതിൻ്റെ ഇമേജ് എത്തുന്നത് ദി നേസൽ ഹാഫ് ഓഫ് ദ റെറ്റിനയിലാണ് അതിൻ്റെ ഇമേജ് പതിയുന്നത്. അപ്പോൾ നേസൽ ഹാഫ് ഓഫ് ദ റെറ്റിന അതിലെ ഫൈബേഴ്സിനെയാണ് നമ്മൾ നേസൽ ഫൈബേഴ്സ് എന്നും, ഈ ഇപ്പുറത്ത് ദാറ്റ് ഈസ് നമ്മുടെ നേസൽ ഫീൽഡിലെ ഒബ്ജക്ട്സ് പതിയുന്ന ടെമ്പറൽ ഹാഫ് ഓഫ് ദ റെറ്റിനയെ നമ്മൾ ടെമ്പറൽ ഫൈബേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് ഇറ്റ് കണ്ടിന്യൂസ് ആസ് ദി ഒപ്റ്റിക് നെർവ്, ആൻഡ് ദെൻ it crosses in the optic chiasma. Optic chiasmയിൽ nasal fibers cross ചെയ്യും while temporal fibers remains uncrossed and it reaches the optic tract. Optic tract ഫോം ചെയ്യും. Optic tractൽ ഇപ്പോൾ ഉള്ളത് uncrossed temporal fibersഉം crossed nasal fibersഉം ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് റീച്ചസ് ദി ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് അത് ജെനിക്കുലോ കാൽക്രൈൻ ട്രാക്ട് അല്ലെങ്കിൽ ഒപ്റ്റിക് റേഡിയേഷൻ അതിനെ വിളിക്കാം. ഓക്കെ, അതായിട്ട് വിഷ്വൽ കോർട്ടെക്സിലോട്ട് എത്തും. ഇതാണ് നമ്മുടെ പാത്വേ. ഈ പാത്വേ നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൽ പാത്വേ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ലീഷൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്കൊന്ന് ലീഷൻസിനെ പറ്റി നോക്കാം. ലീഷൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലീഷൻ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഫസ്റ്റ് ലീഷൻ വരുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവിൻ്റെ അവിടെ ലീഷൻ വന്നു. സോ നിങ്ങൾ നോക്കൂ, ഒപ്റ്റിക് നെർവിൽ ലീഷൻ വന്നാൽ നമ്മുടെ ഈ നെർവും പോയി അല്ലേ? സോ ഈ ഫൈബേഴ്സും പോയി, ഈ ഫൈബേഴ്സും പോയി, ദാറ്റ് ഈസ് നേസലും ടെമ്പറൽ ഫൈബേഴ്സും പോയി. അപ്പം ഇത് എങ്ങോട്ടേക്കാണ്? ഇത് നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് ട്രേസ് ചെയ്താൽ മതി. സി, ടെമ്പറൽ സൈഡും നേസൽ സൈഡും രണ്ടും പോയി. അപ്പോൾ ഈ ഐ മൊത്തത്തിൽ ബ്ലൈൻഡായി പോയി. അപ്പോൾ ഇതിപ്പോൾ റൈറ്റ് ഐ അല്ലേ? സോ റൈറ്റ് ഐ അനോപ്പിയ എന്നോ അങ്ങനെ എന്തെങ്കിലും ബ്ലൈൻഡ്നെസ് ഇൻ ദ റൈറ്റ് ഐ. സോ നമ്മൾ ഒപ്റ്റിക് ട്രാക്റ്റിൽ ലീഷൻ വന്നാൽ, ഒപ്റ്റിക് നെർവിൽ ലീഷൻ വന്നാൽ ആ ഐ മൊത്തത്തിൽ പോകും. ഓക്കെ, സോ റൈറ്റ് അനോപ്പിയ. ഇനി നെക്സ്റ്റ് നമ്മൾ ഒപ്റ്റിക് കയാസ്മയിൽ ലീഷൻ വന്നു. ബി, ഒപ്റ്റിക് കയാസ്മയിൽ ലീഷൻ വന്നാൽ നമ്മൾ ബാക്കിലോട്ട് ട്രേസ് ചെയ്ത് ഈ നേസൽ ഫൈബേഴ്സ് പോയി,
ഈ 2 നേസൽ ഫൈബേഴ്സും പോയി. സോ നേസൽ ഫൈബേഴ്സ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ടെമ്പറിലും പോയി, ഇവിടുത്തെ ടെമ്പറിലും പോയി അല്ലേ. ദാറ്റ് ഈസ് ഈ ടെമ്പറിലും പോയി, ഈ ടെമ്പറൽ സൈഡിലും പോയി. അപ്പോൾ ഇതെന്താ, ഇതിനെ നമ്മൾ 2 ടെമ്പറിലും പോയല്ലോ. അപ്പോൾ നമ്മൾ ബൈ ടെമ്പറൽ ഹെമിയാനോപ്പിയ എന്ന് വിളിക്കാം. ബൈ ടെമ്പറൽ ഹെമിയാനോപ്പിയ, അല്ലെങ്കിൽ നമുക്കിതിനെ ഹെട്രോനീമസ് ഹെമിയാനോപ്പിയ എന്ന് വിളിക്കാം. ഹെറ്ററോനീമസ് ഹെമിയാനോപ്പിയ. അതെന്തുകൊണ്ടാണ് ഹെറ്ററോനീമസ് എന്ന് വിളിക്കുന്നത്? എന്താ ഈ ഹെട്രോനീമസിൻ്റെ അർത്ഥം? ഹെട്രോനീമസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഐൻ്റെയും ഓപ്പോസിറ്റ് ഹാഫാണ് പോകുന്നത്. നോക്ക്, ഇതിപ്പോൾ ഐഡൻറ്റിക്കൽ ഫിഗേഴ്സ് അല്ലല്ലോ. എന്നുവെച്ചാൽ 2 അതിൻ്റെ ഓപ്പോസിറ്റ് ഹാഫ് പോയാൽ അതിന് നമ്മൾ ഹെട്രോനീമസ് എന്ന് വിളിക്കും. പക്ഷേ ഇത് നോക്ക്, ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹോമോനീമസ് എന്ന് വിളിക്കും. ഹോമോനീമസ്. ആൻഡ് ദിസ് ഇസ് ഹെറ്ററോനീമസ്. മനസ്സിലായോ? ഹോമോനീമസ് എന്ന് പറഞ്ഞാൽ 2ഉം ഐഡൻറ്റിക്കൽ ഹാഫ്സ് ആണ് പോയത്. ഹെട്രോനീമസ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹെട്രോനീമസ്. അപ്പോൾ നമുക്ക് ഇതിനെ ദാറ്റ് ഈസ് ഒപ്റ്റിക് കയാസ്മേൻ്റെ അവിടെ ഇത് വന്നാൽ, ലീഷൻ വന്നാൽ, നമ്മുടെ ഈ ടെമ്പറൽ സൈഡും പോയി, ഈ ടെമ്പറൽ സൈഡും പോയി. അത് ബാക്കിലോട്ട് ട്രേസ് ചെയ്താൽ 2 ക്രോസ് നെർവ് ഫൈബേഴ്സും പോയില്ലേ. അപ്പോൾ നമ്മുടെ 2 ടെമ്പറൽ സൈഡ്സും പോയി. അപ്പോൾ അതിനെ നമ്മൾ ബൈ ടെമ്പറൽ ഹെമിയാനോപ്പിയ എന്ന് അല്ലെങ്കിൽ ഹെട്രോനീമസ് ഹെമിയാനോപ്പിയ എന്ന് വിളിക്കും. സോ ഒപ്റ്റിക് കയാസ്മേൻ്റെത് കഴിഞ്ഞു. അടുത്തത് ഒപ്റ്റിക് ട്രാക്റ്റിൻ്റെ. ഈ ഒപ്റ്റിക് ട്രാക്റ്റ് പോയി. അപ്പോൾ ഇത് ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലെ ഈ സ്ഥലം പോയാൽ ഓപ്പോസിറ്റ് സൈഡിലെ ടെമ്പറൽ ഫീൽഡ് ഓഫ് വിഷൻ പോയി. പിന്നെ അതേ സെയിം സൈഡിൽ നേസൽ ഫീൽഡ് ഓഫ് വിഷനും പോയി. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ ഹോമോനീമസ് ഹെമിയാനോപ്പിയ എന്ന് വിളിക്കും. ഹോമോനീമസ് ഹെമിയാനോപ്പിയ. ഓക്കെ, സോ ദിസ് ഇസ് ഹോമോനീമസ് ഹെമിയാനോപ്പിയ. നിങ്ങൾ ബാക്കിലോട്ടേക്ക് ട്രേസ് ചെയ്ത് പോയാൽ മതി. ദാറ്റ് ഈസ് നേസൽ ഫൈബേഴ്സിനും ടെമ്പറൽ ഫൈബേഴ്സിനും വേറെ വേറെ കളർ കൊടുത്തിട്ട് ബാക്കിലോട്ട് ട്രേസ് ചെയ്ത് പോയാൽ നമുക്ക് ഏത് ഫീൽഡ് ഓഫ് വിഷനാണ് അടിച്ചു പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, സി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡി നോക്കുക. ഡി ഇവിടെയാണ് പോയിരിക്കുന്നത്, മറ്റേ ജെനിക്ലോ കാൽക്കുലൈൻ ട്രാക്റ്റ്. അപ്പോൾ ഇതിലും ആക്ച്വലി നമ്മൾ ബാക്കിലോട്ട് ട്രേസ് ചെയ്താൽ സെയിം ഹോമോനീമസ് ഹെമിയാനോപ്പിയ കിട്ടുക. പക്ഷേ ഇവിടെ ഉള്ള ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പോവും. ഫോർ ഗിവിങ് മാക്യുലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ മാക്യുലാർ സ്പെയറിങ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും ഫിഗർ, ഇങ്ങനെയായിരിക്കും അതിൻ്റേത്. മാക്യുലാർ സ്പെയറിങ് ഉള്ളതുകൊണ്ട് മാക്യുലാർ ഫൈബേഴ്സ് രക്ഷപ്പെട്ടു. അപ്പോൾ ഹോമോനീമസ് ഹെമിയാനോപ്പിയ തന്നെയാണ്, ബട്ട് വിത്ത് മാക്യുലാർ സ്പെയറിങ്. ഓക്കെ, സോ ഇതാ നമ്മുടെ ലീഷൻ ഓഫ് ദി ഒപ്റ്റിക് നെർവിൻ്റെ ലീഷൻ വന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഒപ്റ്റിക് നെർവിൻ്റെ ലീഷൻ വന്നു. സോ നമ്മുടെ ഈ മൊത്തമായി അടിച്ചുപോയി. അപ്പോൾ നമ്മൾ റൈറ്റ് അനോപ്പിയ അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഓഫ് റൈറ്റ് ഐ എന്ന് പറയാം. ദെൻ ലീഷൻ ഓഫ് ദി ഒപ്റ്റിക് കയാസ്മേൻ്റെ ലീഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ക്രോസ്ഡ് നേസൽ ഫൈബേഴ്സ് പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ദാറ്റ് ഇസ് ടെമ്പറൽ സൈഡ് 2ൻ്റെയും അടിച്ചുപോയി. നേസൽ ഫൈബേഴ്സ് പോയതുകൊണ്ട് 2 ഐൻ്റെയും ടെമ്പറൽ ഫീൽഡ് ഓഫ് വിഷൻ അടിച്ചുപോയി. അപ്പോൾ നമുക്ക് ബൈ ടെമ്പറൽ ഹെമിയാനോപ്പിയ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹെട്രോനീമസ്. കാരണം ഓപ്പോസിറ്റ് ഇതായതുകൊണ്ട് ഹെട്രോനീമസ് ഹെമിയാനോപ്പിയ. ഓക്കെ, നെക്സ്റ്റ് ഒപ്റ്റിക് ട്രാക്റ്റിൻ്റെ ലീഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അൺക്രോസ്ഡ് ടെമ്പറൽ ഫൈബേഴ്സും പോയി, ക്രോസ്ഡ് നേസൽ ഫൈബേഴ്സും പോയി. അപ്പോൾ ഈ ഐൻ്റെ നേസൽ സൈഡ് പോയി, ഈ ഐൻ്റെ ടെമ്പറൽ സൈഡ് പോയി അല്ലേ. ഇതിനെ നമ്മൾ ഹോമോനീമസ് ഹെമിയാനോപ്പിയ എന്ന് വിളിക്കും. പിന്നെ ഓസിപിറ്റൽ കോർട്ടെക്സിൻ്റെ അവിടെ ആ ലീഷൻ വന്നതെന്ന് വെച്ചാൽ എന്ത് പറ്റും? നമ്മുടെ മാക്യുലാർ ഫൈബേഴ്സ് സ്പെയർ ആവും. അപ്പോൾ നമുക്ക് ഹോമോനീമസ് ഹെമിയാനോപ്പിയ വിത്ത് മാക്യുലാർ സ്പെയറിങ് അങ്ങനെയാവും. അപ്പോൾ ഇത്രയും ലീഷൻസും പഠിച്ചു, നമ്മൾ പാത്വേയും ആക്ച്വലി പഠിച്ചു കഴിഞ്ഞു. ഈ പാത്വേനെ നമ്മൾ ഇച്ചിരി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതുക. നോക്കുക, നേസൽ ഫീൽഡും ടെമ്പറൽ ഫീൽഡും ഉണ്ട്. നേസൽ ഫീൽഡിലെ ഒബ്ജക്ട്സ് ഇറ്റ് ഫോംസ് ഇമേജസ് ഇൻ ദ ടെമ്പറൽ ഹാഫ് ഓഫ് ദ റെറ്റിന.
ടെമ്പറൽ ഫീൽഡിൽ ഒബ്ജക്ട്സ് ഫോംസ് ഇമേജസ് ഇൻ ദ നേസൽ ഹാഫ് ഓഫ് ദ റെറ്റിന. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഈ വിഷ്വൽ പാത്വേൻ്റെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് ആണ്. അതിൻ്റെ റിസെപ്റ്റേഴ്സ് റോഡ്സ് ആൻഡ് കോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ്. ഈ വിഷ്വൽ പാത്വേൻ്റെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ആർ ദി ബൈപോളാർ സെൽസ് ഓഫ് ദ റെറ്റിന. സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഏതാ? ദേ ആർ ദി ഗാംഗ്ലിയോൺ സെൽസ് ഓഫ് ദ റെറ്റിന. ഓക്കെ, ഗാംഗ്ലിയോൺ സെൽസ്. അത് കഴിഞ്ഞിട്ട് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് നമ്മളിപ്പോൾ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒപ്റ്റിക് നെർവ് ഇറ്റ് ലീവ്സ് ദി ഓർബിറ്റൽ ക്യാവിറ്റി ത്രൂ ദ ഒപ്റ്റിക് കനാൽ ആൻഡ് ഫോംസ് ദി ഒപ്റ്റിക് കയാസ്മ വിത്ത് ദി ഓപ്പോസിറ്റ് ഒപ്റ്റിക് നെർവ്. അപ്പോൾ ഒപ്റ്റിക് കയാസ്മയിൽ എന്താ? നേസൽ ഫൈബേഴ്സ് ക്രോസ് ആൻഡ് ടെമ്പറൽ ഫൈബേഴ്സ് റിമെയിൻസ് അൺക്രോസ്ഡ്. ഒപ്റ്റിക് നെർവ് ഒപ്റ്റിക് കയാസ്മ ഫോം ചെയ്യും വിത്ത് ദ ഓപ്പോസിറ്റ് ഒപ്റ്റിക് നെർവ്, ആൻഡ് ദെൻ in the optic chiasma, the nasal fibers crosses and the temporal fibers remains uncrossed, and they form the optic tract which contains crossed and uncrossed fibers. Crossed fibers ഏതാ? crossed fibers ആണ് നമ്മുടെ nasal fibers, uncrossed fibers നമ്മുടെ temporal fibers. Okay, then fibers from the upper half of the retina is seen medially and ends in the medial part of the lateral geniculate body. upper half of retinal fibers മീഡിയൽ പാർട്ട് ഓഫ് LGBയിലാണ് എൻഡ് ചെയ്യുന്നത്. ലോവർ ഹാഫ് ഓഫ് ദ റെറ്റിനയിലെ ഫൈബേഴ്സ് ലാറ്ററൽ പാർട്ട് ഓഫ് LGBയിൽ എൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഓർഡർ ന്യൂറോൺസ്. തേർഡ് ഓർഡർ ന്യൂറോൺസ് നമ്മുടെ LGB ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി ഓഫ് തലാമസിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഗോസ് ആസ് ദി ഒപ്റ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ജെനിക്കുലോ കാൽക്രൈൻ ഫൈബേഴ്സ് ആയിട്ട് ഓസിപിറ്റൽ കോർട്ടെക്സിലെത്തും. ക്ലോസ്ഡ് കാൽക്രൈൻ ഫിഷർ ഇവിടെ എത്തി. Fibers responsible for macular vision separates and terminates more posteriorly on the lip of the calcarine fissure. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ കോർട്ടെക്സിൽ ലീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് മാക്കുലാർ സ്പെയറിങ് നടക്കുന്നത്. കാരണം മാക്കുലാർ ഫൈബേഴ്സ് നേരത്തെ സെപ്പറേറ്റ് ആയി പോകും. പക്ഷേ ഇപ്പോൾ ലീഷൻ നടക്കുന്നത് ക്ലോസ് ടു ദ പോസ്റ്റീരിയർ ലിപ്പ് ഓഫ് കാൽക്രൈൻ ഫിഷർ ആണെങ്കിൽ നമുക്ക് മാക്കുലാർ സ്പെയറിങ് പോലും ഉണ്ടാവില്ല. കാരണം മാക്കുലാർ ഫൈബേഴ്സ് അവിടെയാണല്ലോ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടും കൂടെ ലീഷൻ അടിച്ച് പോയാൽ മാക്കുലാർ ഫൈബേഴ്സും ഇല്ല. അപ്പം മറ്റേ ഒപ്റ്റിക്കൽ ട്രാക്റ്റിൻ്റെ ലീഷൻ വരുമ്പോൾ സെയിം റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് അതർ ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ മീഡിയൽ ഹാഫ് ഓഫ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി എൻഡ്സ് ഇൻ ദ സുപ്പീരിയർ ലിപ്പ് ആൻഡ് ലാറ്ററൽ ഹാഫ് ഓഫ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി എൻഡ്സ് ഇൻ ദ ഇൻഫീരിയർ ലിപ്പ്. മാക്കുലാർ ആണെങ്കിൽ പോസ്റ്റീരിയർ ലിപ്പിൽ പോയി എൻഡ് ചെയ്യും. Then primary visual area is the Brodmann's area 17 and visual association area is area 18 and 19. സോ ഒന്നുകൂടെ നമ്മൾ ആ വിഷ്വൽ പാത്ത് ഒന്നുകൂടെ കാണുന്നു. ഈ വിഷ്വൽ പാത്ത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഫേറ്റ് ഓഫ് ലാറ്ററൽ ഫൈബേഴ്സ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ലാറ്ററൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? എൻഡ്സ് ഇൻ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി. പക്ഷേ മീഡിയൽ ഫൈബേഴ്സ് ആണെങ്കിൽ അത് സുപ്പീരിയർ കോളിക്കുലസ് ആൻഡ് പ്രീടെക്ടൽ ന്യൂക്ലിയസ്, അതേപോലെ തന്നെ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് ഓഫ് ഹൈപ്പോതലാമസ്, ഇവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത്. സുപ്പീരിയർ കോളിക്കുലസ് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ റാപ്പിഡ് ഡയറക്ഷണൽ മൂവ്മെൻറ്റ് ഓഫ് ഐ, പ്രീടെക്ടൽ ന്യൂക്ലിയസ് റെസ്പോൺസിബിൾ ഫോർ പ്യൂപ്പിലറി ലൈറ്റ് റിഫ്ലെക്സ്, ആൻഡ് സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസ് ഓഫ് ഹൈപ്പോതലാമസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോൾ ഓഫ് സർക്കേഡിയൻ റിതം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷ്വൽ പാത്ത്. വെരി സിമ്പിൾ. നിങ്ങൾ ഈ ഫിഗർ പഠിച്ച് വയ്ക്കുക. എന്നിട്ട് ഫിഗറിൽ തന്നെ നമുക്ക് നിങ്ങൾ ഒരിക്കലും ലീഷൻസ് ബൈ ഹാർട്ട് പഠിക്കരുത്. നിങ്ങൾ ഫിഗർ വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ലീഷൻസ് ഫിഗർ വെച്ച് പഠിക്കുക. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. ആൻഡ് താങ്ക് യു.